നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദ നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദ ഫസ്റ്റ് വൺ വുഡ് ബി ബ്രോഡർ റീച്ച്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിലോട്ടും അല്ലെങ്കിൽ ഒരു ലോക്കൽ സെഗ്മെന്റിലോട്ട് നമുക്ക് ഒരു എക്സ്പോഷർ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യും. രണ്ടാമത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. കമ്പയർഡ് ടു ദ ട്രഡീഷണൽ ഓർ ദി കൺവെൻഷണൽ മാർക്കറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ന്യൂസ് പേപ്പർ ആകാം, TV ആകാം, ബിൽ ബോർഡ്സ് ആകാം. ഇതെല്ലാം ട്രഡീഷണൽ മാർക്കറ്റിംഗിന് അണ്ടറിൽ വരുന്നതാണ്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. കമ്പയർഡ് ടു ദാറ്റ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സ്പെൻസസ് വളരെ കുറവായിരിക്കും. തേർഡ് വൺ വുഡ് ബി പ്രിസൈസ് ടാർഗറ്റിംഗ്. ഇവിടെ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു മാസ് ഓഡിയൻസിലോട്ട് ഇറങ്ങുന്നതായിരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഒരു രീതിയിലുള്ള ടാർഗറ്റിംഗ് ഇല്ല. നമ്മുടെ കസ്റ്റമേഴ്സിനെ മാസ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുകയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ സെഗ്മെന്റ്സ്, നമ്മുടെ ടാർഗറ്റ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഫോർത്ത് വൺ വുഡ് ബി മെഷറബിൾ റിസൾട്ട്സ്. അതായത് നമ്മൾ ഡിജിറ്റൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡേറ്റ അനലിറ്റിക്സ് നമുക്ക് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് വരുത്തണമെങ്കിൽ നമുക്കത് വരുത്താനും പെർഫോമൻസ് കൂട്ടാനും സാധിക്കും. ഫിഫ്ത് വൺ വുഡ് ബി ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ റിയൽ ടൈം ഡേറ്റ നമ്മുടെ കയ്യിൽ ഉള്ളതോടുകൂടി നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ഒരു ബെസ്റ്റ് ROI കിട്ടുന്ന പോലെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിയറിന്റെ ആവശ്യമാണ്. ദ നീഡ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിയർ. ദ ഫസ്റ്റ് വൺ വുഡ് ബി ഷിഫ്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ പർച്ചേസിംഗ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നു